നമസ്കാരം. സംസ്ഥാനത്ത് അക്രമം ഓരോ ദിവസവും ശക്തിപ്പെടുന്ന സ്ഥിതിയാണെന്ന വിമർശനവുമായി KPCC വേദിയിൽ മുതിർന്ന CPM നേതാവ് G സുധാകരൻ. KPCC സംഘടിപ്പിച്ച ഗുരു ഗാന്ധി സംഗമ ശതാബ്ദിയോടനുബന്ധിച്ച് മൊഴിയും വഴിയും ആശയസാഗര സംഗമം സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന CPI നേതാവ് C ദിവാകരനൊപ്പമാണ് G സുധാകരൻ പരിപാടിയിൽ പങ്കെടുത്തത്. കേരളത്തിൽ നീതിബോധമുള്ള വിദ്യാർത്ഥികളെ വേറെയാക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ അപജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചരിത്രം വിസ്മരിക്കാനുള്ളതാണെന്ന ചിന്താഗതി കേരളത്തിലും വളരെയധികം പേരെ സ്വാധീനിക്കുന്നു. ഇന്നുള്ളവർ മാത്രം മതി, നാളെ എന്തുമാകട്ടെ എന്നതാണ് ഉദാരവൽക്കരണ കാലത്തെ തിയറി. രണ്ട് രാജ്യത്ത് അംബാസിഡർ ആയാലും വിശ്വപൗരൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല. ഉദ്യോഗസ്ഥനായിരുന്നാൽ വിശ്വപൗരനാകില്ല. രാഷ്ട്രീയക്കാരനായാൽ സത്യം പറയാനാകാത്ത അവസ്ഥയാണ്. ഇത് ഒരു പാർട്ടിയുടെ മാത്രം കാര്യമല്ല. താൻ CPM-നെ വിമർശിക്കില്ല. വർഗസമരം തെറ്റാണെന്ന് പറയാനാകില്ല. സോഷ്യലിസം വിഭാവനം ചെയ്ത USSR തകർന്നു, എന്നാൽ മാർക്സിസം എന്ന കാഴ്ചപ്പാട് തെറ്റല്ല. തനിക്ക് KPCC പരിപാടിയിൽ വലിയ പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നത്, എന്നാൽ താൻ മാത്രമല്ല പരിപാടിയിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സംഘടിപ്പിച്ച പരിപാടിയിലാണ് G സുധാകരൻ സംസാരിച്ചത്. സെമിനാർ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻ പൊതുമരാമത്ത് മന്ത്രിയായ G സുധാകരനെയും മുൻ ഭക്ഷ്യമന്ത്രിയായിരുന്ന C ദിവാകരനെയും പുകഴ്ത്തിയാണ് സംസാരിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിലെ നീതിമാനായ പൊതുമരാമത്ത് മന്ത്രിയാണ് സുധാകരനെന്നും നിയമസഭയിൽ ഉപദേശം നൽകിയ ജ്യേഷ്ഠ സഹോദരനാണ് C ദിവാകരനെന്നും സതീശൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും സഞ്ചരിച്ചത് ഒരേ വഴിയിലൂടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിന് ഗുരു തിരികൊളുത്തി. ഗുരുവുമായും അയ്യങ്കാളിയുമായുമുള്ള കൂടിക്കാഴ്ച ഒരുപാട് മാറ്റം തന്നിൽ ഉണ്ടാക്കിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാന്ധി എഴുതി. ഗുരു ഗാന്ധി സംഗമത്തിന്റെ സന്ദേശം വരും തലമുറയ്ക്കും പകരണം. വ്യവസ്ഥിതിക്കെതിരായ പോരാട്ടം പ്രത്യയശാസ്ത്രത്തിന്റെ തടവറ പ്രശ്നമാകില്ലെന്ന് ഇരുവരും തെളിയിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലെ നീതിമാനായ പൊതുമരാമത്ത് മന്ത്രിയാണ് സുധാകരൻ. C ദിവാകരൻ നിയമസഭയിൽ ഉപദേശം നൽകിയ ജ്യേഷ്ഠ സഹോദരനാണ്. ഇരുവരെയും തങ്ങൾക്ക് നിയമസഭയിൽ വിമർശിക്കേണ്ടി വന്നിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു.